ഭൂമിയിൽ വിള്ളൽ കണ്ടെത്തി. കിളിയന്തറ ചെക്ക് പോസ്റ്റിന് സമീപത്തുള്ള 15ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന സർക്കാർ സ്ഥലത്താണ് വലിയ രീതിയിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. 2018 മഹാപ്രളയത്തിൽ വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ട പായം പഞ്ചായത്തിലെ 15ഓളം കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ച സ്ഥലമാണിത്. അന്ന് വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡിന്റെ ധനസഹായത്തോടെ വീടുകൾ നിർമ്മിച്ച് നൽകുന്നതിനായി ഭൂമി സർക്കാർ വിലയ്ക്ക് വാങ്ങുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായി മേഖലയിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്നാണ് ജനവാസ മേഖലയിലെ ഭൂമി വിണ്ടുകീറിയതായി പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടതും. 2018 കൂട്ടുപുഴ പുറമ്പോക്കിൽ താമസിച്ച് നമ്മള് ഉരുളുപൊട്ടലിൽ വെള്ളം കയറി വീടുകളൊക്കെ നശിച്ച് ഞങ്ങള് 15ഓളം കുടുംബങ്ങൾ കിളിയന്തറ സ്കൂളിൽ ക്യാമ്പിൽ താമസിച്ചവരായിരുന്നു. അത് കഴിഞ്ഞ് സർക്കാരിന്റെ വീട് ഇവിടെ എടുത്തു തന്നപ്പോൾ 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഈ വീട് ഇട്ട് തരുന്നത്. അന്നേരം അവർ തരുമ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളോട് നിങ്ങൾക്ക് സ്വപ്നം വരെ കാണാൻ പറ്റാത്ത വീടുകളാണ് നിങ്ങൾക്ക് തരുന്നത്, ഒരു കാലത്തും നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ വീട് ഇവിടെ ഞങ്ങൾക്ക് പണിത് തന്നത്. ഇവിടെ ഇപ്പൊ താമസം തുടങ്ങിയിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. 2 വർഷം തികയുമ്പോഴത്തേന് ഇതേ അവസ്ഥ വന്നാൽ എന്ത് വിശ്വസിച്ചിട്ട് ഞങ്ങൾ ഇവിടെ താമസിക്കും? ആർക്കും ജീവൻ എല്ലാവർക്കും തുല്യമല്ല, ആരും അപകട മരണത്തിന് ആരും കാത്തിരിക്കൂല. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഇപ്പൊ ഇവിടെ വന്ന് നോക്കിപ്പോയി. എല്ലാവരും ഒരു ഇത് കണ്ട് പിടിക്കുക എന്ന് ഇന്നത് ചെയ്യാന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാണ്ട് ആരും ഇതിനെ പറ്റിയിട്ട് ഈ 15 വീട്ടുകാർ ശ്രദ്ധയിൽ പെടുത്തേണ്ട കാര്യം ആരും ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. അവർ ഉൾപ്പെടുത്താനുള്ള തീരുമാനങ്ങളും അവർ വരട്ടെ ഇവർ വരട്ടെ എന്നാ പറയുന്നത്. അപ്പോൾ അവർ ഞങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ പകൽ ഇവിടെ നിൽക്ക്, രാത്രി നിൽക്കണ്ട, രാത്രി നിങ്ങൾ ഇവിടുന്ന് പോകണം. ഇത് പകലാണോ സംഭവിക്കുക രാത്രിയാണോ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയൂല. ഭൂമി ഇടിയാനും ഉരുൾപൊട്ടലിനുള്ള സാധ്യത മുന്നിൽ കണ്ടും വില്ലേജ് അധികൃതരും പ്രാദേശിക ഭരണകൂടവും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും കുടുംബങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ഇവരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ ശാസ്ത്രീയമായിട്ടുള്ള നിലയിലുള്ള നിർമ്മാണമാണ് വീടുകൾക്ക് നടത്തിയിരുന്നത്. കഴിഞ്ഞ വർഷവും ഒരു പ്രയാസവും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വർഷം കാലവർഷം അതിശക്തമായിട്ടുള്ള അതിതീവ്ര മഴ പെയ്തതിന് ശേഷം തട്ടുകളായി തിരിച്ചിട്ടുള്ള ആ മേഖലയിൽ മേലെ ഭാഗത്ത് റീറ്റെയിനിങ് വാളിന് അല്പം ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. ഒരു ഭാഗം ഉരുളൽ വന്ന് ഒരു അരയടി മുന്നോട്ട് തള്ളിയ ഒരു സാഹചര്യമുണ്ട്. അവിടെ അടിയന്തരമായി ആവശ്യമായിട്ടുള്ള പ്രാഥമിക പരിശോധന പഞ്ചായത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിങ്ങും ഒക്കെ നടത്തിയിട്ടുണ്ട്. ആ വീടുകൾ നിർമ്മിച്ച ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡിൻ്റെ പ്രോജക്റ്റ് മാനേജറെയും എഞ്ചിനീയറെയും അടിയന്തരമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തഹസിൽദാരും കലക്ടറും എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാനും ഇതുമൂലം അതിൻ്റെ താഴെ തട്ടിലുള്ള 5 വീടുകളിലുള്ള ആളുകൾക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ അവരെ മാറ്റിപ്പാർപ്പിക്കുന്ന കാര്യവും ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. ഏതായാലും അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും പഞ്ചായത്ത് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. എന്നാൽ ഇത് പരിശോധന നടത്തി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പഞ്ചായത്തിനകത്ത് വളവന ഭാഗത്താകെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടമാണ് ഇന്നലത്തെയും ഇന്നും മഴയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത്. 3-4 വീടുകൾക്ക് വലിയ കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു വീട് പൂർണ്ണമായി നശിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകളും